സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സമ്പന്നമായ ഒരു വർണ്ണചിത്രശലഭമാണ് ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. രാജ്യത്തിന് 29 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഓരോ സംസ്ഥാനവും മറ്റുള്ളവയിൽ നിന്ന് സാംസ്കാരികമായി വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം മുംബൈയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ത്യയിലെ ജില്ലകളിൽ ഏറ്റവും സമ്പന്നമായ ജില്ല ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? മുംബൈ എന്ന പേര് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈയാണെന്ന് നമുക്ക് പറയാം. എന്നാൽ മുംബൈയോ ബംഗളൂരുവോ ചെന്നൈയോ ഹൈദരാബാദോ അല്ല. ഏറ്റവും സമ്പന്നമായ ജില്ല അതിന്റെ ആഡംബര കോട്ടകൾക്കും രുചികരമായ ഭക്ഷണവിഭവങ്ങൾക്കും സ്വാഗതാർഹമായ പ്രകൃതിക്കും പേരുകേട്ടതാണ്. ഏറ്റവും സമ്പന്നമായ ജില്ലയുടെ പേര് പിങ്ക് സിറ്റി എന്നും അറിയപ്പെടുന്ന ജയ്പൂർ ആണ്. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ജില്ലയെക്കുറിച്ച് മിക്ക ആളുകൾക്കും അറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ജില്ല ജയ്പൂരാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ജയ്പൂരിനെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ജില്ലയാക്കുന്നത് എന്താണ്? രാജസ്ഥാന്റെ മാത്രമല്ല, ഇന്ത്യയുടെയും ടൂറിസം കേന്ദ്രങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ജയ്പൂർ ആണ്. ടൂറിസം ജയ്പൂരിന്റെ സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പിങ്ക് സിറ്റിയിലെ രത്നവ്യവസായവും സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വാസ്തുവിദ്യാ അത്ഭുതങ്ങൾ, ഹവാ മഹൽ, സിറ്റി പാലസ്, ജന്തർ മന്ദർ, ഗംഭീരമായ അമേർ ഫോർമേർ കോട്ട, വൈബ്രന്റ് മാർക്കറ്റുകൾ, ജോഹാരി ബസാർ, ബാപ്പു ബസാർ തുടങ്ങിയ മാർക്കറ്റുകൾ, പരമ്പരാഗത രാജസ്ഥാനി ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്കും പേരുകേട്ട ജയ്പൂർ ദാൽ ബാത്തി ചുർമ, ഖേവാർ, പ്യാസ് കച്ചോരി തുടങ്ങിയ രാജസ്ഥാനി വിഭവങ്ങളുടെ സമ്പന്നമായ വൈവിധ്യവും നൽകി വരുന്നു.